മകളെ വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അക്ഷയ് സാറാണ്. സോ മകളെ, അക്ഷയ് സാർ ഇന്ന് വന്നിരിക്കുന്നത് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ദെയർ സറൗണ്ടിങ്, നമ്മുടെ 6th CBSEയിലെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് തുടങ്ങാം. സോ ഇവിടെ നമുക്ക് കാണാം ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന വാക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ, ഹാബിറ്റാറ്റ്. സോ എന്താണ് ഹാബിറ്റാറ്റ്? ഒരു ജീവജാലത്തിൻ്റെ സറൗണ്ടിങ്സ്, അത് തന്നെയാണ് അതിൻ്റെ ഹാബിറ്റാറ്റ്. അപ്പം അതിനു മുന്നേ എന്താണ് സറൗണ്ടിങ്? നമുക്കറിയാം, ചുറ്റുപാടിനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് നമ്മൾ പറയുന്നത്. സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ ദ ഡിഫറൻറ്റ് സറൗണ്ടിങ്സ് ഓർ ഏരിയാസ് ഹാവ് ഡിഫറൻറ്റ് ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഇൻ ദം അല്ലേ. ഓരോ തരത്തിലുള്ള ഏരിയാസിലും ഓരോ തരത്തിലുള്ള മൃഗങ്ങൾ, ജീവജാലങ്ങളെ നമുക്ക് കാണാം, ഡിഫറൻറ്റ് ഓർഗാനിസത്തെ നമുക്ക് കാണാം. ഉദാഹരണം, ഡെസേർട്ട്സ് ഹാവ് ക്യാമൽസ്. ഡെസേർട്ടിൽ നമുക്ക് എന്ത് കാണും? ഒട്ടകങ്ങളെ കാണും. മൗണ്ടൻസ് ഹാവ് ഗോട്ട്സ് ആൻഡ് യാക്ക്. അപ്പോൾ ഓരോ ടൈപ്പ് സറൗണ്ടിങ്സിലും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് എൻവിറോൺമെൻറ്റിലും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഏരിയാസിലും നമുക്ക് ഓരോ തരത്തിലുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ, ഓർഗാനിസങ്ങളെ കാണാൻ സാധിക്കും. ഹാബിറ്റാറ്റ് എന്താണ്? ദ സറൗണ്ടിങ്സ് വെയർ ലിവിങ് ഓർഗാനിസം സർവൈവ് ഈസ് നോൺ ആസ് ഹാബിറ്റാറ്റ്. അപ്പോൾ എന്താണ് ഹാബിറ്റാറ്റ്? ഒരു ജീവജാലത്തിൻ്റെ, ഒരു ഓർഗാനിസത്തിൻ്റെ സറൗണ്ടിങ്സ് ആണ്. അത് താമസിക്കുന്ന ഇടം, അതിന് ഭക്ഷണം കിട്ടുന്ന ഇടം, അതിൻ്റെ ചുറ്റുപാട്, അതിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ദ ഓർഗാനിസം, ശ്രദ്ധിക്കണം, ദ ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ ദെയർ ഹാബിറ്റാറ്റ്. ഒരു ഓർഗാനിസം അതിൻ്റെ ഹാബിറ്റാറ്റിനെ, അതിൻ്റെ സറൗണ്ടിങ്ങിനെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പഠിക്കണം. ഫുഡ് വേണ്ടി അല്ലേ? നമുക്കറിയാം, ഒരു ജീവിക്ക് അതിൻ്റെ ഫുഡ് കിട്ടുന്നത് അതിൻ്റെ ചുറ്റുപാടിൽ നിന്നാണ്. സോ ഹാബിറ്റാറ്റിൽ നിന്ന് എന്ത് കിട്ടുന്നു? ഫുഡ് കിട്ടുന്നു. പിന്നെ വാട്ടർ, എയർ, ഷെൽട്ടർ. വാട്ടർ, വെള്ളം കിട്ടുന്നു. എയർ ഫോർ ബ്രീത്തിങ്, ശ്വസിക്കുന്നതിന് വേണ്ടി എയർ കിട്ടുന്നു. താമസിക്കാൻ ഷെൽട്ടർ ആൻഡ് അതർ നീഡ്സ്, മറ്റ് ആവശ്യങ്ങളും എവിടെ നിന്ന് കിട്ടുന്നു? നമ്മുടെ ഹാബിറ്റാറ്റ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നു. ഓർഗാനിസങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നു. ഹാബിറ്റാറ്റ് മീൻസ് ഡ്വെല്ലിംഗ് പ്ലേസ് ഓർ ഹോം. അതായത് ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീടാണ്, ഒരു ഹോമാണ്, ഒരു ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്, വാസയോഗ്യമായ ഇടം. അതാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. സെവറൽ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് മേ ഷെയർ ദ സെയിം ഹാബിറ്ററ്റ്. ഒരേ ഹാബിറ്ററ്റിൽ തന്നെ ഒരുപാട് ജീവജാലങ്ങളെ കാണാൻ സാധിക്കും. അവിടെ ഒരു മൃഗങ്ങൾ മാത്രമാണോ? അല്ല, ഒരു മൃഗത്തിൻ്റെ ചുറ്റുപാടിൽ വേറെയും ഒരുപാട് മൃഗങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം, സെവറൽ കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഷെയർ ദ സെയിം ഹാബിറ്റാറ്റ്. ഒരേ ഹാബിറ്റാറ്റ് തന്നെ ഒരുപാട് മൃഗങ്ങളും ഒരുപാട് വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മൾ ഒരു ഹാബിറ്റാറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ ഹാബിറ്റാറ്റിൽ ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തതുമായ വസ്തുക്കളെ കാണാൻ സാധിക്കും. ഒരു ഹാബിറ്റാറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ജീവനുള്ള വസ്തുക്കളെ, ലിവിങ് കമ്പോണൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് ബയോട്ടിക് കമ്പോണൻറ്റ് എന്നാണ്. ജീവനുള്ള വസ്തുക്കളെയാണ് ബയോട്ടിക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ സേ ദ ലിവിങ് കമ്പോണൻറ്റ് ഓഫ് എ ഹാബിറ്റാറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോട്ടിക് കമ്പോണൻറ്റ്. എക്സാമ്പിൾസ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ദെൻ ഒരു ഹാബിറ്റാറ്റിൽ ജീവൻ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പാറക്കഷ്ണങ്ങൾ, വെള്ളം, എയർ. ഇങ്ങനെയുള്ള ജീവൻ ഇല്ലാത്ത നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻറ്റുകളെ നമ്മൾ വിളിക്കുന്നതാണ് abiotic കോമ്പണൻസ് എന്ന് പറയും. ഉദാഹരണം, എക്സാമ്പിൾ, റോക്ക്, സോയിൽ, എയർ, വാട്ടർ, എക്സെട്ര. ഇതൊക്കെ എന്താണ് മക്കളെ? ഇതൊക്കെ ജീവൻ ഇല്ലാത്തതല്ലേ. ഒരു കല്ലിന് ജീവനുണ്ടോ? റോക്കിന് ജീവനുണ്ടോ? ഇല്ല. മണ്ണ്, സോയിലിന് ജീവനുണ്ടോ? ഇല്ല. എയർ, വായു, ജീവനുണ്ടോ? ഇല്ല. വാട്ടർ, വെള്ളം, ജീവനുണ്ടോ? ഇല്ല. അപ്പോൾ ജീവനില്ലാത്ത കോമ്പോണൻറ്റുകളെ അബയോട്ടിക് എന്നും ജീവനുള്ള കോമ്പോണൻറ്റുകളെ ബയോട്ടിക് എന്നും നമ്മൾ വിളിക്കുന്നു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് വ്യത്യസ്ത തരം ഹാബിറ്റാറ്റ്. അതിലാദ്യം ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡാണ്, നമ്മുടെ ലാൻഡിൽ കാണുന്നത് എന്നുള്ള അർത്ഥമാണ്. ദ പ്ലാന്റ്സ്, ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ്. ലാൻഡിൽ ജീവിക്കുന്നവരെയാണ് നമ്മൾ, അങ്ങനെയുള്ള ഹാബിറ്റാറ്റിനെ നമ്മൾ ടെറസ്ട്രിയൽ എന്ന് പറയും. എക്സാമ്പിൾ, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, കോസ്റ്റൽ ഏരിയ, മൗണ്ടൻ റീജൻ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ടെറസ്ട്രിയൽ ലാൻഡാണ്, മീൻസ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിന് എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ജീവജാലങ്ങൾ, ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, അബയോട്ടിക് ആയിട്ട് എയറും സൺലൈറ്റും റോക്കും ഒക്കെ ഉണ്ട്.
സോ ഇതാണ് ടെറസ്ട്രിയൽ എന്ന് പറയുന്നത്. ലാൻഡാണ് ബേസിക്കലി. അനിമൽ ദാറ്റ് ലിവ് ഓൺ ലാൻഡ്, അനിമൽ ഓൺ ആസ് വെൽ ആസ് പ്ലാന്റ്സ് ലിവിങ് ഓൺ ലാൻഡാണ് ടെറസ്ട്രിയൽ. അടുത്തത് വെള്ളത്തിലാണ്. വെള്ളത്തിൽ ജീവിക്കുന്നവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹാബിറ്റാറ്റിനെ അക്വാട്ടിക് ഹാബിറ്റാറ്റ് എന്നാണ് പറയാം. ഹാബിറ്റാറ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ ദാറ്റ് ലിവ് ഇൻ വാട്ടർ ഇസ് കോൾഡ് അക്വാട്ടിക് ഹാബിറ്റാറ്റ്. സോ അക്വാട്ടിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു വാട്ടർ ബോഡി. ഫോർ എക്സാമ്പിൾ പോണ്ട്, സ്വാമ്പ്, ലേക്ക്, റിവർ, ഓഷ്യൻ, ദീസ് ആർ വാട്ടർ ബോഡീസ്, റൈറ്റ്? ഈ വാട്ടർ ബോഡീസിൽ ജീവിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ആ ഹാബിറ്റാറ്റിനെ നമ്മൾ അക്വാട്ടിക് ഹാബിറ്റാറ്റ് എന്ന് വിളിക്കുന്നു. അക്വാട്ടിക് ഹാബിറ്റാറ്റ് കുഡ് ബി ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ഇല്ലാത്ത വാട്ടറാണ്. ആൻഡ് മറൈൻ, മറൈൻ എന്ന് വെച്ചാൽ സോൾട്ട് ഉള്ള വാട്ടർ, അത് സീ വാട്ടറാണ്. ഓർ ഈവൻ എസ്റ്റുറൈൻ ഉണ്ടാവും, ഡെൽറ്റയാണ് കേട്ടോ, ഡെൽറ്റ. ഓക്കെ, റിവർ കടലുമായി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ആക്ച്വലി. ഓക്കെ, ഈ ഡെൽറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു എസ്റ്റുറൈൻ എന്ന് പറയുന്ന ഭാഗം. സോ ഇവിടെയൊക്കെ നമുക്ക് ലിവിങ് ഓർഗാനിസങ്ങളെ കാണാൻ സാധിക്കുന്നു. അവിടെയൊക്കെ ഹാബിറ്റാറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കാണുന്ന ഹാബിറ്റാറ്റ്, ആ വെള്ളവുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഹാബിറ്റാറ്റുകളെ, പ്ലാന്റിൻ്റെയും ആനിമലിൻ്റെയും ആ ഒരു ലിവിങ്ങിനെ, അതിനെയാണ് നമ്മൾ അക്വാട്ടിക് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ചെറിയ സെഷനിലൂടെ നമ്മൾ ഹാബിറ്റാറ്റ് എന്താണ്, നമ്മുടെ സറൗണ്ടിങ് ആണെന്നും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹാബിറ്റാറ്റ്, അതുപോലെ തന്നെ ഹാബിറ്റാറ്റിലെ ഡിഫറെൻറ്റ് കോമ്പണൻസ്, ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കോമ്പണൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് എന്ന് തന്നെ സാറ് കരുതുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒരു മടി കൂടാതെ എന്ത് ചെയ്യാം, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നത് ഉറപ്പുവരുത്തുക. തുടർന്ന് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അക്ഷയ്, സൈനിങ് ഓഫ്. ബൈ.